ഏറെ പ്രശസ്തരായ രണ്ടു പേരുടെ വിയോഗം തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MD, മലയാളിയുടെ ഓരോ മലയാളിയുടെയും വൈകാരികതയെ, സർഗാത്മകതയെ, എഴുത്തിനെ, ചിന്തയെ, അതേപോലെ സിനിമയെ, അങ്ങനെ മലയാളികളുടെ എല്ലാത്തിനെയും സ്പർശിച്ച ഒരു വ്യക്തിത്വമായിരുന്നു MD. ആ MDയുടെ വിയോഗം ഒരു വലിയ നഷ്ടം. തൊട്ടടുത്ത ദിവസം ക്രിസ്മസ് നാളിൽ MD നമ്മെ വിട്ടുപോയപ്പോൾ, ഡിസംബർ 25 പോയപ്പോൾ, തൊട്ടടുത്ത ദിവസം ഇന്ത്യയുടെ ഉദാര സാമ്പത്തിക നയങ്ങളുടെ ശില്പി, ഇന്ത്യയെ ഒരു വലിയ സമ്പദ് ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരാൾ, ഉദാരവൽക്കരണം, ആഗോളീകരണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ പരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരു കാര്യം നിസ്സംശയം പറയാം, സാമ്പത്തികമായി വളരെ തകർന്ന നിലയിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി GDPയുടെ കണക്കിൽ നോക്കുമ്പോൾ ഒരു വലിയ സാമ്പത്തിക ശക്തിയായും വിപണിയായും മാറ്റിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിൻ്റെ വിയോഗവും മലയാളിക്കെന്നല്ല, രാജ്യത്തിന് തന്നെ മറ്റൊരു വലിയ നഷ്ടമാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരാൾ നമ്മെ വിട്ടുപോകുമ്പോൾ വിമർശിക്കാം, കുറ്റപ്പെടുത്താം, അതിലൊന്നും ആരും തെറ്റു പറയില്ല, പ്രകീർത്തിക്കാം, പുകഴ്ത്താം. പിന്നെ ഒരാളുടെ മരണത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ, അല്ലെ നടപ്പാക്കിയ കാര്യങ്ങളെ, ചെയ്ത കാര്യങ്ങളെ വിമർശിക്കുമ്പോഴും അതിൻ്റെ അകത്ത് പാലിക്കേണ്ടുന്ന ഔചിത്യം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത് പറയാൻ കാര്യം, MDയുടെ വിയോഗത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ, മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില അഭിപ്രായങ്ങൾ, ചില കമൻറ്റുകൾ, MD വിമർശനത്തിന് അതീതനൊന്നുമല്ല, വിമർശത്തിന് അതീതനൊന്നുമല്ല MD. വിമർശിക്കുക, വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ MDക്ക് മടിയൊന്നുമില്ല. MDയുടെ ജീവിതം കൊണ്ട് അത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ വിമർശിക്കുമ്പോൾ അതിനകത്ത് പാലിക്കേണ്ടുന്ന ഔചിത്യം നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് ഉൾപ്പെടെ നമ്മൾ പാലിക്കുന്നുണ്ടോ മലയാളികൾ എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കാണുന്ന പല അഭിപ്രായങ്ങളും വായിക്കുമ്പോൾ തോന്നുന്നത്. അത് പല കോണുകളിൽ നിന്നും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന നമ്മൾ പറയുമ്പോൾ, അദ്ദേഹത്തിന് ഉണ്ടായ ചില വീഴ്ചകൾ, പ്രധാനമന്ത്രി എന്ന നിലയിൽ ഉണ്ടായ ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇപ്പം MDയെ നമ്മൾ വിമർശിക്കുമ്പോൾ അതെന്തിനാണ്, എന്തുകൊണ്ടാണ്, അതിന് ന്യായയുക്തി ഉണ്ടോ, കാര്യകാരണ സഹിതമാണോ അത് ചെയ്യുന്നത്, അല്ലെ MDയുടെ ചില നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം, അദ്ദേഹം ജീവിച്ച കാലത്ത് സ്വീകരിച്ച നിലപാടുകളോട്. അത് വളരെ ആരോഗ്യപരമായിരിക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഔചിത്യം അതിൻ്റെ അകത്തെല്ലാം നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ 91 PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി, അല്ലെ കോൺഗ്രസ്സുകാർ പലരും, പല നേതാക്കളും ഇഷ്ടപ്പെടാത്ത 2 മുഖങ്ങളാണ്, കോൺഗ്രസ്സിലെ 2 നേതാക്കളാണ് മൺമറഞ്ഞു പോയ PV നരസിംഹറാവും ഇപ്പോൾ നമ്മെ വിട്ടുപോയ ഡോക്ടർ മൻമോഹൻ സിംഗ്. അതെന്തുകൊണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ അവരും പറയും. നെഹ്റുവിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് വന്ന പ്രധാനമന്ത്രിമാരിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്ന് വന്നവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. അതിലെ ഒരു പ്രധാന പേരാണ് ഡോക്ടർ PV നരസിംഹറാവു, അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ ഈ 2 പേരെ എന്താ കോൺഗ്രസ് വലിയ ചിത്രങ്ങൾ വെച്ച് അവരുടെ ഓഫീസുകളിൽ, കോൺഗ്രസിൻ്റെ ഓഫീസുകളിലോ അല്ലെ പൊതു ചടങ്ങുകളിലോ, കോൺഗ്രസിൻ്റെ ചടങ്ങുകളിലോ ഈ നരസിംഹറാവിനെയും മൻമോഹൻ സിംഗിനെയും അത്ര, നരസിംഹറാവിന് അയിത്തം കൽപ്പിച്ചിരിക്കുക, എങ്ങും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും വെക്കില്ല. പിന്നെ മൻമോഹൻ സിംഗിനോട് കുറച്ചൊരു ഔദാര്യം കാണിക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ രീതിയാണ്. ആ രീതി എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം എങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അതിൻ്റെ മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് വരാനുള്ള കളവൊരുങ്ങിയത്, അതിനു മുമ്പ് നരസിംഹറാവു അപ്രതീക്ഷിതമായിട്ട് തെക്കേ ഇന്ത്യക്കാരനായ ആന്ധ്ര സ്വദേശിയായ നരസിംഹറാവു 1991 പ്രധാനമന്ത്രിയായതാണ്. 91 മുതൽ 96 വരെ
ഒരു ന്യൂനപക്ഷ ഗവൺമെന്റിന് കോൺഗ്രസ് മുന്നണിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലായിരുന്നു, കോൺഗ്രസിന് പ്രത്യേകിച്ചും തനിച്ച് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പുറത്തു നിന്നുള്ള പിന്തുണയോടെയാണ് ഇടതുപക്ഷത്തിന്റെ കൂടെ CPIM അടക്കമുള്ള ഇടതുപക്ഷ പിന്തുണയോടുകൂടിയാണ് പിന്നീട് UPA 1 and 2 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വന്നത് നമുക്കറിയാം. അതേപോലെ റാവു സർക്കാർ ഭൂരിപക്ഷമില്ലാതെ MP-മാരുടെ എണ്ണം കിട്ടാൻ വേണ്ടി ഈ അഴിമതി ആരോപണങ്ങൾ വരെ സ്കാം, കാശ് കൊടുത്ത് MP-മാരെ വിലയ്ക്ക് വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കേസുകളും ഒക്കെ വന്നൊരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാണെങ്കിലും നരസിംഹറാവു ഈ കുത്തിത്തിരിപ്പുകളൊക്കെ ചെയ്യേണ്ടി വന്നെങ്കിലും ഭൂരിപക്ഷം ഉറപ്പിക്കാൻ, 5 കൊല്ലം ഭരിക്കാൻ അതൊക്കെ വേണ്ടി വന്നെങ്കിലും അദ്ദേഹം 5 കൊല്ലം മനോഹരമായിട്ട് പൂർത്തിയാക്കി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഒരു വലിയ സംഭവമാണ്. 5 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം റാവു 91 നരസിംഹറാവു പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ രാജ്യം ഒരുമാതിരി പാപ്പരായി കഴിഞ്ഞിരുന്നു, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു, പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റുകൾ മറിഞ്ഞു പോകുന്നു, രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനെ അസ്ഥിര ഗവൺമെന്റുകൾ 1-2 വർഷമൊക്കെ വന്നു പോകുന്ന പ്രതിപക്ഷത്തിന്റെ സഖ്യ ഗവൺമെന്റുകൾ ഒക്കെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 91 ഒരു ഡിസിസീവ് മാൻഡേറ്റ് എന്ന് പറയാം, ഭൂരിപക്ഷം ഇല്ലെങ്കിലും കുറച്ചുകൂടി അനുകൂലമായ ഒരു മാൻഡേറ്റുമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. നരസിംഹറാവു അപ്രതീക്ഷിതമായിട്ട് വേറെ പല പേരുകളും വന്നെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. നരസിംഹറാവു അന്ന് പ്രധാനമന്ത്രിയാകാൻ ലീഡർ കെ കരുണാകരൻ, കോൺഗ്രസിലെ അന്ന് സമുന്നതനായ കേരളത്തിലെ നേതാവ് കെ കരുണാകരനൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. കെ കരുണാകരൻ അതിന് പിന്നാലെ റാവു മന്ത്രിസഭയിലെ കേന്ദ്ര വ്യവസായ മന്ത്രിയൊക്കെ ആയതൊക്കെ നമുക്ക് ഓർക്കാം. അപ്പൊ കരുണാകരനും ലീഡർക്കും അതിനകത്തൊരു പങ്കുണ്ട്. നരസിംഹറാവുവിന് വേണ്ടി പിന്തുണ സമാഹരിക്കുന്നത്, അതിന്റെ മാർഗങ്ങളെ പറ്റിയൊക്കെ നമുക്ക് തർക്കിക്കാം. എനിവേ 5 കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഭദ്രമാക്കിയെടുക്കാൻ നരസിംഹറാവുവിന് സാധിച്ചത് ഒരു വ്യക്തിയിലൂടെയാണ്, മറ്റൊരു വ്യക്തിയിലൂടെ. ഒന്ന്, നരസിംഹറാവുവിന്റെ കാഴ്ചപ്പാട്, വീക്ഷണം. രാജ്യത്തിലെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം, എല്ലാം വിദേശത്ത് കൊണ്ട് പണയം വരെ, നമ്മുടെ രാജ്യത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണ ശേഖരം വരെ പൊക്കിയെടുത്ത് ബാങ്ക് ഓഫ് ലണ്ടനിൽ കൊണ്ടുപോയി, UK കൊണ്ടുപോയി പണയം വെച്ച ഒരു ഗവൺമെന്റ് അന്ന് ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്നു. ചരൺ സിംഗ് ഗവൺമെന്റ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അവിടുന്ന് രാജ്യത്തിന്റെ ഭദ്രത തിരിച്ചുകൊണ്ടിരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് നരസിംഹറാവുവിന്റെ 5 കൊല്ലത്തെ ഗവൺമെന്റാണ്. അതിൽ ധനമന്ത്രിയായിട്ട് ആരെ കൊണ്ടുവന്നു? മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കുന്നതിൽ അദ്ദേഹം, നരസിംഹറാവു കാണിച്ച ആ വൈഭവം എന്നാണ് അതിനെ പറയേണ്ടത്. അതിനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഈ ധനകാര്യം നോക്കാൻ ട്രഷറിയുടെ ആരെ ഏൽപ്പിക്കണം എന്ന് നരസിംഹറാവുവിന് വളരെ ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതിന് പറ്റിയ ഒരാളെ അദ്ദേഹം കണ്ടെത്തി. അതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, വളരെ അക്കാദമിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും റിസർവ് ബാങ്കിന്റെ ഗവർണറുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ തന്റെ മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയാക്കി വെക്കാനുള്ള ഒരു ദീർഘവീക്ഷണം നരസിംഹറാവുവിന് ഉണ്ടായി എന്നത് ചെറിയ കാര്യമല്ല. അവിടെ തുടങ്ങി മൻമോഹൻ സിംഗിന്റെ പടയോട്ടം. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി, സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് മോഹമുണ്ടായിരുന്നെങ്കിലും വിദേശത്ത് ജനിച്ച വനിത, ഇന്ത്യൻ പൗരത്വമുണ്ടെങ്കിലും വിദേശി, ഇറ്റലിക്കാരി എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾക്കും വിമർശനങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള പലതരം മുറുമുറുപ്പുകൾ വന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വ്യക്തമായൊരു തീരുമാനം എടുക്കാതെ ദിവസങ്ങൾ നീണ്ടുപോകുമ്പോൾ അവസാനം സോണിയാഗാന്ധി തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെയാണ് മഞ്ഞുരുകിയത്. ആര് പ്രധാനമന്ത്രിയാകും? സോണിയ ഇല്ലെങ്കിൽ ആര്? കോൺഗ്രസിലൊക്കെ പടലപ്പിണക്കം, പൊട്ടിത്തെറി, കോൺഗ്രസ് പിളർക്കുന്ന ഘട്ടം, അങ്ങനെ പലതും, ശരത് പവാറിന്റെ വിയോജിപ്പുകളൊക്കെ നമുക്ക് ആ കാലത്തെ കാര്യങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. എന്തായാലും അങ്ങനെ 2004 ഡോക്ടർ മൻമോഹൻ സിംഗ് ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. UPA 1 ഇടതുപക്ഷം കൂടി പിന്തുണ കൊടുക്കുന്ന ഗവൺമെന്റ്, മറ്റ് ചില പാർട്ടികൾ പിന്തുണ കൊടുക്കുന്ന ഗവൺമെന്റ് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി, ഇടതുപക്ഷത്തിന്റെ കൂടെ സ്വാധീനത്തിൽ അങ്ങനെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമായിട്ട് ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അവരുടെ പ്രകടനപത്രിക അപ്പുറം ഒരു വർക്ക് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഭരണം തുടങ്ങി. അതിന്റെ മാറ്റം UPA 1 കണ്ടു.
UPA-1 ഒരു മികച്ച ഭരണ സംവിധാനമായിരുന്നു. അതായത് മൻമോഹൻ സിംഗിന്റെ ഒന്നാം പ്രധാനമന്ത്രി കാലയളവ് എന്ന് പറയുന്ന 5 വർഷം 2004 മുതൽ 2009 വരെ മികച്ച ഒരു ഭരണം ഇടതുപക്ഷ പിന്തുണയോടെ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പല കാര്യങ്ങളും ഇൻക്ലൂസീവ് ഗ്രോത്തിലേക്ക് ഒരു ഭരണകൂടം വന്നത് അങ്ങനെയായിരുന്നു. പിന്നീട് അതുകൊണ്ട് തന്നെ 2009 കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. UPA-2 ഇടതുപക്ഷം ആ സർക്കാരിനെ പിന്തുണച്ചെങ്കിലും പിന്നീട് പിന്തുണ ആണവ കരാറിന്റെ പേരിൽ പിൻവലിക്കുന്നുണ്ട്, അമേരിക്കയുമായിട്ടുണ്ടാക്കാൻ പോയ ആണവ കരാർ വിഷയത്തിൽ. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാം സർക്കാർ ഭദ്രമായിരുന്നു, UPA-1 മൻമോഹൻ സിംഗിന്റെ കീഴിൽ. രണ്ടാം സർക്കാർ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ, കുംഭകോണങ്ങൾ വാർത്തകളിൽ നിറയുന്നു. 2G സ്പെക്ട്രം സ്കാം, മറ്റ് അഴിമതി കഥകൾ മാധ്യമങ്ങളിൽ നിറയുന്നു. അതിൻ്റെ ഇമേജ്, പ്രതിച്ഛായ കുറഞ്ഞു പോകുന്നു, നഷ്ടപ്പെടുന്നു. മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായ താണു പോകുന്നു. ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. UPA-2 ആയപ്പോഴേക്കും പിൻസീറ്റ് ഡ്രൈവിങ് സോണിയാഗാന്ധി കുടുംബം, സോണിയാഗാന്ധിയും കൂടെയുള്ളവരും കർക്കശമാക്കി. ബ്രൈഡിൽ കടിഞ്ഞാൺ ഒന്നുകൂടി മുറുക്കി. അപ്പം മൻമോഹൻ സിംഗിന് ചലിക്കാൻ വയ്യാതായി. മൻമോഹൻ സിംഗിന് വിമർശിക്കപ്പെടുന്നു. പാവയായ പ്രധാനമന്ത്രി, UPA-1 പ്രധാനമന്ത്രിയല്ല, UPA-2 പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് വെറും ദുർബലനായി എന്ന് പറയുന്ന ആരോപണങ്ങൾ വരുന്നു. പാടി പുകഴ്ത്തിയവരൊക്കെ മൻമോഹൻ സിംഗിനെ കുറ്റം പറയുന്നു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ആദ്യ UPA-1 മൻമോഹൻ സിംഗിനെ മികച്ച പ്രധാനമന്ത്രിയായി ലോകത്തെ പലരും വാഴ്ത്തിയപ്പോൾ രണ്ടാം UPA-ൽ അത് മുഴുവൻ തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. ഇത് നമ്മൾ കാണുന്ന വളരെ ഔചിത്യപൂർവമായ ഒരു വിമർശനമാണ് UPA-2 അണ്ടർ ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷെ എന്തായാലും ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒക്കെ വിട്ട് പിന്നെ ചൈന വളരെ മുന്നേറിയപ്പോൾ ഇന്ത്യക്ക് അതിനൊപ്പം മുന്നേറാൻ കഴിയാതെ പോയ ഒരു കാലം കൂടിയാണ് UPA-2 ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലും മൻമോഹൻ സിംഗ് വിമർശിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞില്ല, അന്തരം കൂടിക്കൂടി വരുന്നു. ലോകത്ത് ഇന്ത്യയുടെ സമ്പദ്ഘടന വളർന്നെങ്കിലും ലോക കണക്കിൽ നമുക്ക് നമ്മുടെ കടബാധ്യതകൾ ഒക്കെ അവിടെ നിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ച ഉണ്ടായെങ്കിലും GDP-യിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിലും ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമഗ്ര വികസനം സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ എല്ലാ താഴെത്തട്ടിലേക്കും എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ജില്ലാ മുതൽ പഞ്ചായത്ത് വാർഡ് തലം വരെ എത്തിക്കുന്ന വളരെ ഇൻക്ലൂസീവ് ഗ്രോത്തിൽ നിന്നും UPA ഗവൺമെന്റ് പിന്നാക്കം പോയ ഒരു അനുഭവം കൂടിയാണ് UPA-2 ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ അൺപോപ്പുലറായിട്ട് മാറിയ UPA-2 ഗവൺമെന്റിനെ നയിക്കേണ്ടി വന്ന ഒരു ഗതികേട് കൂടി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മാന്യനായ രാഷ്ട്രീയക്കാരൻ, അക്കാദമീഷ്യനായിട്ട് തുടങ്ങി രാഷ്ട്രീയത്തിലേക്ക് വന്ന ഈ രാഷ്ട്രീയക്കാരനായ പ്രധാനമന്ത്രിക്ക് ഉണ്ടായി എന്നുള്ളതും നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളെ ഓർക്കുമ്പോൾ അദ്ദേഹം രണ്ടാം ഗവൺമെന്റിൽ ഒരു പാവയായി നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഗാന്ധി കുടുംബം, സോണിയാഗാന്ധി ഉണ്ടാക്കി എന്നുള്ളതും ആ ഭരണകൂടത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഫലമെന്തായി? ഒരു സ്വർണ്ണത്തളികയിൽ അധികാരം കൊണ്ട് നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് കൊടുത്തു 2014 തെരഞ്ഞെടുപ്പിൽ. എല്ലാം അനുകൂലമാക്കി, BJP-ക്കും RSS-നും മോദിക്കും അനുകൂലമാക്കി സ്വർണ്ണത്തളികയിൽ അധികാരം കൊണ്ട് നരേന്ദ്രമോദിക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇന്ന് വരെ കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർക്കണം. അതിന് നമ്മൾ പഴിക്കേണ്ടത് മൻമോഹൻ സിംഗിനെ അല്ല. മൻമോഹൻ സിംഗിന് പലപ്പോഴും മൗനം പാലിക്കേണ്ടി വന്നു, പലപ്പോഴും പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു UPA-2 സത്യമാണ്. പക്ഷേ അതിന് ഉത്തരവാദികൾ മൻമോഹൻ സിംഗിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച ശക്തിയാണ്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിച്ചവരാണ്, നയിക്കുന്നവരാണ്, ഗാന്ധി കുടുംബത്തിലെ ആൾക്കാരാണെന്നുള്ളത് കൂടി ഇവിടെ ഓർത്തുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമ്മൾ വളരെ അഭിമാനത്തോടെ ഓർക്കേണ്ടുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ. അതുപോലെ MD-യുടെ വിയോഗവും.